നമസ്കാരം. ആയുർവേദ ശാസ്ത്രജ്ഞനായ ചരകന്റെ ജീവിതകഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ആയുർവേദത്തിലെ ത്രിദോഷ സങ്കല്പമായ വാതം, പിത്തം, കഫം എന്നിവയെ ശാസ്ത്രീയമായി ആദ്യം അവതരിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ചരകൻ. ആയുർവേദത്തിലെ ത്രിമൂർത്തികളിൽ പ്രധാനിയാണ് ചരകൻ. സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ് മറ്റു രണ്ടുപേർ. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ചരകൻ ചരക സംഹിതയിൽ കുറിച്ചുവെച്ചിട്ടുള്ളത് മിക്കതും ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ ജീവിതരേഖ നോക്കാം. ചരകൻ എന്നത് ഒരു വ്യക്തിയല്ലെന്നും കുശാനരുടെ കൊട്ടാരം വൈദ്യർക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരാണെന്നും കുശാന ചക്രവർത്തിയായിരുന്ന കനിഷ്കന്റെ കൊട്ടാരം വൈദ്യനായിരുന്ന കപിലബലനാണ് ചരക സംഹിത രചിച്ചതെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട്. ചരകന്റെ ജീവിതകാലത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. സഞ്ചാരി അഥവാ ചികിത്സകൻ എന്നൊക്കെയാണ് ചരകൻ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു വൈദ്യകുലത്തിന്റെ പൊതുനാമമാണ് ചരകൻ എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കുശാന സാമ്രാജ്യത്തിൽ ക്രിസ്തുവിന് മുമ്പ് 2-ാം ശതകത്തിനും ക്രിസ്തുവിന് ശേഷം 1-ാം ശതകത്തിനും ഇടയിലായിരിക്കണം അദ്ദേഹത്തിന്റെ ജീവിതമെന്നും യോഗദർശനവും മഹാഭാഷ്യവും രചിച്ച പതഞ്ജലി മഹർഷി തന്നെയാണ് ചരകനെന്നും കനിഷ്കൻ രാജാവിന്റെ ഭിഷഗ്വര സുഹൃത്തായിരുന്ന ചരകനെന്നും ഓരോ വിഭാഗം പണ്ഡിതന്മാർ സ്ഥാപിക്കുന്നുണ്ട്. AD 100നോട് അടുപ്പിച്ച് കനിഷ്ക രാജാവിന്റെ കൊട്ടാരം വൈദ്യനായിരുന്ന ചരകനെ പറ്റി ബൗദ്ധഗ്രന്ഥമായ ത്രിപിടകയിൽ പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം അഥർവവേദം പരിഷ്കരിച്ച ചാരണവിദ്യ എന്ന കൃതി പ്രചരിപ്പിച്ചിരുന്ന ഭിഷഗ്വര സഞ്ചാരികളുടെ സംഘത്തിലെ ഒരംഗമായിരുന്നു ചരകനെന്നും വിശ്വസിക്കുന്നുണ്ട്. ചരക സംഹിതയിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചരകൻ ബൗദ്ധാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഹിമാലയ താഴ്വരയിൽ ജീവിച്ചിരുന്നു എന്ന് അനുമാനിക്കാവുന്നതാണ്. കനിഷ്കന്റെ രാജധാനിയിൽ BC 2-ാം ശതകത്തിനും AD 1-ാം ശതകത്തിനും മധ്യേ ജീവിച്ചിരുന്ന കൊട്ടാരം വൈദ്യനായിരുന്ന കപിലബലൻ രചിച്ചതാണ് ചരക സംഹിത എന്നാണ് പൊതുവായ നിഗമനം. നാഷണൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാലഗണന കമ്മിറ്റി എടുത്തിട്ടുള്ള നിഗമനം ഇതാണ്: കനിഷ്കന്റെ കൊട്ടാരം വൈദ്യന്മാർക്ക് നൽകിയിരുന്ന സ്ഥാനപ്പേരാണ് ചരകൻ എന്നത്. മനുഷ്യ ശരീരത്തിന്റെ ഘടനയെപ്പറ്റിയും ചരകൻ പഠനം നടത്തിയിരുന്നു. 360 അസ്ഥികൾ ശരീരത്തിലുണ്ടെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. മനുഷ്യഹൃദയത്തിന് ഒറ്റ അറയേ ഉള്ളൂ എന്ന് അദ്ദേഹം തെറ്റായി കരുതിയിരുന്നു. ചരക സംഹിതയെ നോക്കാം. സംസ്കൃതത്തിൽ ലഭ്യമായ ആദ്യ വൈദ്യശാസ്ത്ര ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കാവുന്നത് ചരക സംഹിതയാണ്. സംഹിതകളിൽ ഏറെ പ്രസിദ്ധമാണ് ചരക സംഹിത. ആത്രേയ മഹർഷിയുടെ 6 ശിഷ്യന്മാരിൽ പ്രഥമഗണനീയനായ അഗ്നിവേശൻ തയ്യാറാക്കിയ അഗ്നിവേശ തന്ത്രമാണ് വിഖ്യാതമായ ചരക സംഹിതയ്ക്ക് ബീജാവാപം നൽകിയത്. 149 രോഗങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെപ്പറ്റിയുമുള്ള വിശദീകരണം ചരക സംഹിതയിലുണ്ട്. 341 സസ്യങ്ങളെപ്പറ്റിയും അവയിൽ നിന്നുണ്ടാക്കാവുന്ന ഔഷധങ്ങളെക്കുറിച്ചും സംഹിതയിൽ വിവരിക്കുന്നു. ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന 177 ഔഷധങ്ങളെപ്പറ്റിയും 64 ധാതുക്കളെ അടിസ്ഥാനമാക്കിയുള്ള ഔഷധങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളും സംഹിതയിൽ കാണാൻ പറ്റും. ശാരീരം, വൃത്തി, ഹേതു, വ്യാധി, കർമ്മം, കാര്യം, കാലം, കർത്താവ്, കരണം, വിധി എന്നിങ്ങനെ 10ആയി ചരക സംഹിത പ്രതിപാദ്യ വിഷയങ്ങളെ വേർതിരിക്കുന്നു. എല്ലാ സംഹിതകളിലും എന്ന പോലെ ചരക സംഹിതയിലും 8 പുസ്തകങ്ങളാണുള്ളത്. അവ ക്രമപ്രകാരം ഇങ്ങനെയാണ്: 1 സൂത്രസ്ഥാനം. അടിസ്ഥാന രോഗങ്ങളും അവയുടെ നിർണയവും ചികിത്സയുമാണ് സൂത്രസ്ഥാനത്തിലെ പ്രതിപാദ്യ വിഷയം. മറ്റൊന്ന് നിദാനസ്ഥാനമാണ്. രോഗലക്ഷണങ്ങൾ ഇതിൽ വിവരിക്കുന്നു. ആരംഭത്തിലും ഉച്ചസ്ഥായിലുമുള്ള ബാഹ്യലക്ഷണങ്ങൾ വിവരിക്കുന്നത് നിദാനസ്ഥാനത്തിലാണ്. മറ്റൊന്നാണ് വിമാനസ്ഥാനം. ഓരോ രോഗത്തിനുമുള്ള ഔഷധക്കൂട്ടുകൾ തയ്യാറാക്കുമ്പോൾ അതിലെ ചേരുവകൾ, അളവുകൾ വ്യക്തമായി അതിൻ്റെ അകത്ത് വിവരിക്കുന്നു. മറ്റൊന്ന് ശരീരസ്ഥാനമാണ്. ശരീരത്തിലെ അവയവങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്, അവയുടെ വ്യതിയാനങ്ങൾ, രോഗത്തിനനുസൃതമായി ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങൾ എന്നിവയാണ് അതിൻ്റെ അകത്ത് പ്രതിപാദ്യ വിഷയം. മറ്റൊന്ന് ചികിത്സാ സ്ഥാനമാണ്. ഓരോ രോഗത്തിനുമുള്ള ചികിത്സകൾ ഇതിൽ വിവരിക്കുകയാണ്. മറ്റൊന്ന് കൽപ്പസ്ഥാനമാണ്. ഔഷധവിധികൾ എങ്ങനെ വേണമെന്ന് പരാമർശിക്കുന്നത് കൽപ്പസ്ഥാനത്തിലാണ്. അവ മനുഷ്യന്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങളും അവിടെ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന് സിദ്ധിസ്ഥാനമാണ്. രോഗങ്ങൾക്ക് മേൽ വിജയപ്രാപ്തിക്കുള്ള പ്രയോഗങ്ങളാണ് സിദ്ധിസ്ഥാനത്തിലുള്ളത്. മറ്റൊന്ന് ഇന്ദ്രിയസ്ഥാനമാണ്. അവസാനത്തേതും അത് തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങളും
അവയെ ഉദ്ദീപിക്കുന്നതിനുള്ള പ്രതിവിധികളും ഇതിൽ പരാമർശിക്കും. ഇങ്ങനെ 8 ഭാഗങ്ങളായി 120 അധ്യായങ്ങളുള്ള ചരകസംഹിത അറബിയിലും ഗ്രീക്കിലും ഉൾപ്പെടെയുള്ള ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയുർവേദത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ മുഖ്യമാണ് ചരകസംഹിത. ആയുർവേദ ചികിത്സയെപ്പറ്റിയും ഔഷധങ്ങളെപ്പറ്റിയും ചരകസംഹിതയിൽ പറയുന്നത് 2 സഹസ്രാബ്ദം കഴിഞ്ഞ് ഇന്നും പ്രസക്തമാണ് എന്ന് പറയുമ്പോൾ ചരകന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ദഹനം, ഉപാപചയ പ്രവർത്തനങ്ങള്, ശരീരപ്രതിരോധം തുടങ്ങിയവ സംബന്ധിച്ച ആദ്യ ധാരണകൾ രൂപപ്പെടുത്തിയത് ചരകനാണ്. വാദം, പിത്തം, കഫം എന്നിങ്ങനെ ആയുർവേദത്തിലെ ത്രിദോഷ സങ്കല്പം ശാസ്ത്രീയമായി ആദ്യമായിട്ട് അവതരിപ്പിച്ചതും അദ്ദേഹമാണ്. ത്രിദോഷങ്ങൾ തമ്മിലുള്ള തുലനാവസ്ഥ താളം തെറ്റുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു. ആയുർവേദം ഇന്നും പിന്തുടരുന്ന ചികിത്സാ രീതി ഈ കാഴ്ചപ്പാട് ആധാരമാക്കിയുള്ളതാണ്. ശാരീരിക മാനസിക രോഗാവസ്ഥ മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതിയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ചരകൻ കാലാന്തരത്തിൽ ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടായാലും അതേ മാറ്റത്തെ അതിജീവിക്കുന്ന ശക്തമായ തത്വശാസ്ത്ര അടിത്തറയുള്ള ഒരു വൈദ്യശാസ്ത്ര ശാഖ ഉരുത്തിരിയണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. വൈദ്യം നാടോടിക്കഥകളായും വാമൊഴിയായും നാടൻ ആചാരങ്ങളായും എക്കാലത്തും നിലനിന്നിരുന്നു. ചരകസംഹിതയ്ക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രചാരത്തിലിരുന്ന വൈദ്യഗ്രന്ഥമായിരുന്ന അഗ്നിവേശതന്ത്രം സൃഷ്ടിപരമായ പുനഃസംശോധനം നടത്തി ചരകസംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചരകസംഹിതയിലെ ഭാഗങ്ങൾ പലതും മുൻകാല വൈദ്യേതര ഗ്രന്ഥങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബൗദ്ധ-ജൈന സിദ്ധാന്തങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും ചേർത്തിരിക്കുന്നതാണ്. ചരകൻ പ്രതിപാദിച്ച ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നുകയാണ്. ഭ്രൂണശാസ്ത്രവും ശരീരഘടനാശാസ്ത്രവും നോക്കാം. ഭ്രൂണം രൂപപ്പെടുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും സംഭാവനകളാണ്. യഥാക്രമം ശുക്ലത്തിന്റെയും ശോണിതത്തിന്റെയും രൂപത്തിലാണ്. ശരീരത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള എല്ലാ ധാതുക്കളുടെയും ആത്യന്തികമായ ഉൽപ്പന്നമായി ശുക്ലം ശരീരത്തിൽ സൂക്ഷ്മരൂപത്തിൽ അധിവസിക്കുന്നു. ഗർഭാശയത്തിൽ ആൺപെൺ ബീജങ്ങളുടെ സംഗമം മാത്രമല്ല ഒരു ഭ്രൂണത്തെ രൂപപ്പെടുത്തുന്നത്, മറിച്ച് മനസ്സെന്ന ഉപാധിയിലൂടെ ആത്മാവ് അവയിലേക്ക് പ്രവേശിച്ച് ആ സമാഗമത്തിന് ഊർജം പകരുമ്പോൾ ഭ്രൂണം ഉൽപ്പന്നമാകും. ഗർഭാശയത്തിലെ പൈതൃകവും മാതൃകവുമായ ഘടകങ്ങളുടെ സംഗമം 2 വ്യത്യസ്ത അംശങ്ങളുടെ ഉൽപ്പത്തിക്ക് വഴി വിളിക്കുന്നു. തലമുടി, നഖങ്ങൾ, പല്ലുകൾ, എല്ലുകൾ, നാഡികൾ, ഞരമ്പ്, ശുക്ലം എന്നീ ശരീരഭാഗങ്ങൾ പൈതൃകമായി ലഭിക്കുന്നതാണെന്നും ചർമ്മം, രക്തം, മാംസം, ദഹനാവയവങ്ങൾ, ഹൃദയം, മജ്ജ തുടങ്ങി ശരീരത്തിലെ മൃദുവായ എല്ലാ ഭാഗങ്ങളും മാതാവിൽ നിന്നും ലഭിക്കുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ആരംഭത്തിൽ അർത്ഥഹര വസ്തുവായ ഭ്രൂണത്തിന്റെ പൂർണ്ണ വളർച്ച വരെയുള്ള സമയത്തെ മാസക്രമത്തിൽ ചരകൻ പഠിച്ചു. ഭ്രൂണാവസ്ഥയിലെ അവയവോത്ഭവം ചരകസംഹിതയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു. പല്ലുകളും നഖങ്ങളും ഉൾപ്പെടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 360 എന്ന സംഹിതയിലും അഥർവവേദത്തിലും പറയുന്നുണ്ട്. ആധുനിക ശരീരഘടനാ ശാസ്ത്രത്തിൽ അസ്ഥികളുടെ എണ്ണം പക്ഷെ 206 തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ആയുർവേദത്തിൽ പ്രചാരത്തിലിരുന്ന ശരീരഛേദന ശാസ്ത്രം ഒരു നേട്ടമായിരുന്നു. മൃതശരീരങ്ങൾ ജലത്തിൽ അഴുക്കിയാണ് അതിൽ പഠനം നടത്തിയിരുന്നത്. അഴുക്കുമ്പോൾ മൃദുവായ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുന്നു എന്നത് വലിയൊരു പോരായ്മയുമായിരുന്നു. ചരകൻ ഹൃദയത്തിന്റെ സ്ഥാനം പറയുന്നുവെങ്കിലും വിശദമായി പ്രതിപാദിച്ചിട്ടില്ല. ഹൃദയത്തിൽ നിന്ന് 10 ധമനികൾ ഉത്ഭവിക്കുന്നുവെന്നും അവ ശരീരമൊട്ടാകെ പടർന്നു കിടക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ധമനി, സിര, സ്രോതസ് എന്നീ വാക്കുകൾ രക്തക്കുഴലുകൾക്ക് അദ്ദേഹം പലപ്പോഴായി ഉപയോഗിക്കുന്നുണ്ട്. ധമനികളുടെയും സിരകളുടെയും എണ്ണം യഥാക്രമം 200ഉം 700ഉം ആണെങ്കിലും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് ചരകൻ സ്വയം വെളിപ്പെടുത്തുന്നു. ശിരസ്സും തലച്ചോറും തമ്മിലുള്ള വ്യത്യാസം പറയുന്നെങ്കിലും തലച്ചോറിനെ ബോധം, ഇന്ദ്രിയാനുഭൂതി, അവയവ നിയന്ത്രണം, മാനസിക രോഗങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെടുത്തി ചരകൻ പഠിച്ചിരുന്നില്ല. ദഹന പ്രക്രിയയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങളെ നോക്കാം. ഭക്ഷണങ്ങളെപ്പറ്റി സവിസ്തരം പ്രതിപാദിക്കുന്ന ചരകസംഹിതയിൽ പോഷകാഹാര വ്യവസ്ഥയെപ്പറ്റി ചരകനുണ്ടായിരുന്ന അറിവ് വ്യക്തമാക്കുന്നുണ്ട്. ആമാശയത്തിലെ അഗ്നിയാൽ ദഹിപ്പിച്ച ആഹാരം പക്വാശയത്തിൽ എത്തുകയും ആഹാരരസം അഥവാ ആഹാരപ്രസാദം മലവുമായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. രസത്തിൽ പഞ്ചഭൂതങ്ങളുടെയും ധാതുക്കളുടെയും പ്രവർത്തന ഫലമായി അതിനെ ശരീരധാതുക്കളായി മാറ്റുന്നതാണ്
ചരകന്റെ ദഹനത്തോടനുബന്ധിച്ചുള്ള ശരീരശാസ്ത്രം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരേ ദിശയിലുള്ള നീക്കം വാദത്തിന്റെ പ്രവൃത്തിയാണെന്നും പല ദഹന രഹസ്യങ്ങളുടെ ഉറവിടവും പ്രവർത്തനങ്ങളും ചികിത്സയിലെ പ്രധാന സ്വാധീനങ്ങളുമായി പിന്നീട് വളരുകയുണ്ടായി. വൈദ്യ വിദ്യാർത്ഥികൾക്ക് ചരക സംഹിത നൽകുന്ന ഉപദേശം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, തികച്ചും ആത്മാർത്ഥമായി രോഗികളുടെ ആരോഗ്യത്തിനായി പ്രവർത്തിക്കണം. രോഗികളെ വിഷമിപ്പിക്കുകയോ അവരുമായി കലഹിക്കുകയോ അരുത്. ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും അന്യ സ്ത്രീകളെ സ്മരിക്കരുത്. രോഗിയുടെ കുടുംബകാര്യങ്ങൾ ആരോടും പറയരുത്. രോഗിയുടെ വീട്ടിൽ മുൻകൂട്ടി അറിയിച്ച ശേഷം മാത്രമേ പോകാവൂ. തലകുനിച്ച് നടക്കണം. രോഗി മരിക്കുകയാണെന്ന് അറിഞ്ഞാലും അത് രോഗിയോടോ ബന്ധുക്കളോടോ പറയരുത്. ഇതൊക്കെയാണ് ചരക സംഹിതയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ച വൈദ്യ വിദ്യാർത്ഥികൾക്കുള്ള ഉപദേശങ്ങൾ. ഈ അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.